ഇഫ്താറിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ സ്നാക്ക് റെഡിയാക്കി എടുക്കുകയും വേണം, എന്നാൽ എണ്ണയിൽ മുക്കി പൊരിക്കുകയും വേണ്ട. എന്നാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മൈദ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ക്രീമി സ്ട്രക്ചറിലാക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചീസും വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന്, ഒറിഗാനും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബണ്ണാണ്. അപ്പോൾ ഓരോ ബണ്ണും ഇതേ രീതിയിൽ തന്നെ ഒരു 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഞാനിപ്പോൾ അവിടെ കുറച്ച് ക്യാബേജും സവാളയും ക്യാരറ്റും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് പാനിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ.